നമസ്കാരം പ്രിയരെ. 2025 കോളിളക്കം സൃഷ്ടിച്ച ഒരു മരണമായിരുന്നു ADGP ശ്രീ നവീൻ ബാബുവിൻ്റെ മരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണത്തിലുള്ള ദുരൂഹത നീക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശ്രീമതി മഞ്ജുഷ LDF സർക്കാരിനെ സമീപിച്ചിട്ട് ഈ കേസ് CBIക്ക് വിടണം എന്ന ആവശ്യം ഉന്നയിച്ചു. മാത്രമല്ല, അവർക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബാക്കിയുണ്ടായിരുന്നു. വേറൊന്നുമല്ല, മരണശേഷം ഭർത്താവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടിരുന്നു. അത് ഏത് വഴിക്ക് പോസ്റ്റ്മോർട്ടം വന്നപ്പോൾ അത് കാണാനില്ല. പിന്നെയും അങ്ങനെ ദുരൂഹതകൾ അവരുടെ മനസ്സിന് സൃഷ്ടിക്കുന്ന വിഹ്വലതകളും വളരെ വലുതായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യവും ഉന്നയിച്ചാണ് LDF സർക്കാരിനെ സമീപിച്ചത്. അപ്പോൾ അത് സർക്കാർ അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ UDF സർക്കാർ അത് CBIക്ക് വിടാം എന്നുള്ള രീതിയിൽ അവർക്ക് വാക്ക് കൊടുത്തിരിക്കുക കുടുംബത്തിന്. അപ്പോൾ അത് കുടുംബത്തിന് അങ്ങനെ ഒരു വാക്ക് കൊടുത്തപ്പോൾ അതിന് ഇഷ്ടക്കേടുമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നല്ല ഇപ്പോൾ ആയിരിക്കുന്ന ശ്രീ KK രാഗേഷ്, അദ്ദേഹത്തിൻ്റെ ഘനഗംഭീരമായ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. വാക്കുകളിൽ തന്നെയുണ്ട് എന്തൊക്കെയോ ഒരു ഭയപ്പാട്. എന്തായാലും നമുക്ക് ആ വിഷയത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. അതിൻ്റെ പിന്നാമ്പുറത്തേക്കൊന്ന് നമുക്കൊന്ന് എത്തി നോക്കാം. എല്ലാവരും എന്നോടൊപ്പം കൂടുമല്ലോ. ഓക്കെ. ഈ കഴിഞ്ഞ കാലത്ത്, അതായത് 2025 വളരെ അധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു മരണമായിരുന്നു ADGP നവീൻ ബാബുവിൻ്റെ മരണം. അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്ക്, അതായത് പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് ആ ട്രാൻസ്ഫർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം നാട്ടിലേക്ക് പോകുവാനായിട്ട് യാത്ര തിരിക്കുന്നതിനിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന ഭാര്യയും തൻ്റെ കുടുംബാംഗങ്ങളെ അവരെ ഒന്നും തന്നെ ചെന്ന് ചേർത്ത് പിടിക്കാനാവാതെ പോകുന്ന വഴിയിൽ ആ സാധു ഉദ്യോഗസ്ഥനെ ഇല്ലാതെയാക്കുന്ന തരത്തിലേക്കുള്ള ഒരു അനുഭവമാണ് ആ കുടുംബത്തിന് കേൾക്കേണ്ടി വന്നത്. നവീൻ ബാബു കൊല്ലപ്പെട്ടു. ഇത് യഥാർത്ഥത്തിൽ അതൊരു സ്വാഭാവിക മരണമായിരുന്നോ, അതോ തന്നോട് എതിർപ്പുള്ള വൈരാഗികളായിട്ടുള്ള തൻ്റെ തന്നെ പാർട്ടിക്കാർ തന്നെ ഇല്ലാതാക്കിയതാണോ? അപ്പോൾ എന്താണേലും ഈ അടുത്തിടെ UDF സർക്കാർ നിലവിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഉത്തരവിട്ട ഒരു അന്വേഷണം, നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷണം, അത് CBIക്ക് വിടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് CPMന് തലപ്പത്തിരിക്കുന്ന കണ്ണൂരിലെ പാർട്ടി തലപ്പത്തിരിക്കുന്ന ശ്രീ രാഗേഷ് വല്ലാതെ വിരളി പൂണ്ടിരിക്കുവാണ് എന്ന് വേണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കാനായിട്ട്. എൻ്റെ ഈ കേസ് CBI തന്നെ അന്വേഷിക്കേണ്ടതുണ്ടോ, UDF സർക്കാരിൻ്റെ സ്വന്തം പോലീസ് ഇല്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് അയാൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിശദമായ കാര്യങ്ങൾ ഒന്ന് അറിയേണ്ടത് അത്യാവശ്യമല്ലേ? ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും എല്ലാമായിരുന്ന ഒരു കുടുംബനാഥനെ ഇല്ലാതാക്കിക്കൊണ്ട് എങ്ങോ അപ്രതീക്ഷിതമായി മറഞ്ഞുപോയ ഒരു ആകസ്മിക മരണത്തിൽ വളരെയധികം ദുഃഖം പേറി കഴിയുന്ന ആ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കാനായിട്ട് ഉണ്ടായിരുന്നോ ആരെങ്കിലും? പിന്നീട് അങ്ങോട്ട് പിന്നെ ഒരു കാര്യം ചെയ്തു കേട്ടോ, ഭാര്യ തഹസിൽദാരായിരുന്നു. ഭാര്യയ്ക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം കൊടുത്ത് ആ സമയത്ത് സർക്കാർ ഒരു കാര്യം ചെയ്തു, അതെടുത്ത് പറയാതെ വയ്യ കേട്ടോ. അപ്പോൾ ഈ നവീൻ ബാബു എന്ന് പറയുന്ന ആ സാധു ഉദ്യോഗസ്ഥനെ സംബന്ധിക്കുന്ന ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ആ കുടുംബത്തിന്. അത് പറയാതെ വയ്യ. നമുക്ക് എന്താണേലും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ ഒന്ന് ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തിരിച്ചു വരാം. എന്നോടൊപ്പം കൂടിക്കോളൂ. ഓക്കെ. ഈ കേസ് അന്വേഷിക്കുന്ന ആ ഒരു വേളയിലെ നവീൻ ബാബുവിൻ്റെ കുടുംബം 4 ആവശ്യങ്ങളായിരുന്നു LDF സർക്കാരിൻ്റെ മുന്നാകെ തുറന്നു വെച്ചിരുന്നത്. ആ ആവശ്യം ഇതൊക്കെയാണ്. ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? LDFൻ്റെ സമയത്ത് അത് കോടതി വരെ പോയ കേസായിട്ട് അതിനകത്ത് ഒന്നും തന്നെ തെറ്റായിട്ടൊന്നുമില്ല എന്ന തരത്തിൽ കോടതി വരെ ഒഴിഞ്ഞു പോയ കേസാണ്, അതുകൊണ്ട് അത് CBIക്കൊന്നും വിടേണ്ട ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞ് തള്ളുകയല്ലേ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ മെയ് മാസത്തിൽ 2026 മെയ് മാസത്തിൽ അധികാരത്തിലേറിയ നമ്മുടെ UDF സർക്കാർ ആദ്യമായിട്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കേസ് വീണ്ടും തുറക്കുകയാണ്. ആ കേസ് അന്വേഷണത്തിന് CBIക്ക് തന്നെ
വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു എന്ന് വേണം ഇന്ന് കരുതാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, അവർ ആവശ്യപ്പെട്ടൊരു കാര്യം, ഒരു കാരണവശാലും തൻ്റെ ഭർത്താവിൻ്റെ ബോഡി പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. അതുപോലെ തന്നെ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒരാളുടെയും സാന്നിധ്യമില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തരുത്. പിന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ മുന്നോടിയായിട്ട് മരണസമയത്ത് അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടിരുന്നു. ഈ രക്തക്കറ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാണാതെയായി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഇത് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടത്, അവർ മനസ്സുകൊണ്ടുള്ള അവരുടെ ആശങ്ക തീർക്കേണ്ടതുമായ ഒരു സർക്കാർ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് സ്വയം ഒന്ന് LDF കഴിഞ്ഞു പോയ കാലത്തെ കഥകളൊക്കെ ഒന്ന് അയവിറക്കുന്നത് നന്നായിരിക്കും. വസ്തുത അവിടെയാണ്. ഇത് കേട്ട് വിറളി പൂണ്ട CPM ജില്ലാ സെക്രട്ടറി കണ്ണൂരിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഈ കേസ് അന്വേഷിക്കാൻ ഒരു CBIയും ED ഒന്നും വരേണ്ട ഒരാവശ്യവും ഇല്ല. ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ പറഞ്ഞതല്ലേ. എന്തിനാ ഇപ്പൊ ഈ VD സതീശൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി അതിതാല്പര്യം കാണിച്ച് ഈ കേസ് ഇപ്പൊ കുത്തി പൊക്കിക്കൊണ്ട് വരേണ്ട ആവശ്യകത എന്താ? VD സതീശൻ എന്താ ഇത്രയും ആകാംക്ഷ? ഞങ്ങൾ LDF സർക്കാർ കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ ന്യായമാണെന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും ന്യായമേ അല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ആര് പറഞ്ഞു വരുന്നത്? നമ്മുടെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴും ഞങ്ങൾ LDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പൊതു അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു കേസ് CBIക്ക് വിടുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തിന് ഇത്രയധികം അതീവ താല്പര്യം എടുത്തുകൊണ്ട് ഈ ഒരു കേസ് CBIക്ക് വിടുന്നു? അയാളുടെ ഉള്ളിൽ എന്തോ ഒരു ഭയപ്പാടുള്ളത് പോലെയാണ് അയാളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സത്യമല്ലേ, UDF സർക്കാർ അധികാരമേറ്റ ആഴ്ചകൾക്കുള്ളിൽ തന്നെയാണ് നവീൻ ബാബു കേസ് CBI അന്വേഷിക്കണമെന്നുള്ള ആ ഒരു വാർത്ത പുറത്തു വരുന്നത്. അവർക്ക് സഹിക്കുമോ? ആർക്കാ പ്രതിക്കൂട്ടിലാകേണ്ടി വരിക? CPM എന്ന പാർട്ടി തന്നെയായിരിക്കും. നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയായ മഞ്ജുഷ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ന്യായമല്ലേ എന്ന് നാം കേൾക്കുന്നവർക്ക് തോന്നും. കാരണം മറ്റൊന്നുമല്ല, അന്ന് നവീൻ ബാബുവിന്റെ മരണം നടന്നു, ആ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ അത് വീട്ടുകാരുടെ കൂടി സമ്മതം എടുക്കണമെന്നും അതേപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് വീട്ടുകാരുടെ സമ്മതം കൂടാതെ അവിടുത്തെ ജില്ലാ കളക്ടറായി നിന്നിരുന്ന ഒരാളുണ്ട്, ഒരു അരുൺ വിജയൻ. ഇദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. വീട്ടുകാരേക്കാൾ മുകളിലായിട്ട് അയാളുടെ ഉദ്യോഗസ്ഥന്റെ പവർ കാണിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് ആളാവുകയായിരുന്നു. അയാളാണ് ഇതിനെ അവിടെ ആ പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം കേസ്. എന്നാൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒന്ന് വീഡിയോ ആക്കാനോ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വീട്ടുകാരെ കാണിക്കാനോ ഈ ബന്ധപ്പെട്ട അതോറിറ്റിയായി നിന്നവരാരും തന്നെ തുനിഞ്ഞില്ല എന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഹൈഡിങ് ഇല്ലേ? എന്തൊക്കെയോ മറച്ചു വെക്കുന്നില്ലേ? ഇത് വീട്ടുകാര് സംശയിക്കുന്നത് അത് തെറ്റാണോ? അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കേസ് അന്വേഷണവുമായി നിന്ന് പോന്നിരുന്ന ACP അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് നിലനിന്ന് പോന്നിരുന്ന PP ദിവ്യ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നിന്നിരുന്നത്. അത് അവർക്ക് സപ്പോർട്ടീവായിട്ടാണ് അയാൾ മൊഴികൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകുന്നത്. എന്നിട്ട് അവസാനം നാം ഇന്ന് കേട്ട കഥ എന്താണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന് CPM ഓഫർ ചെയ്ത് കൊടുത്തു. എന്തെന്നാണ് ഓഫർ ചെയ്തത്? ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം CPM ഒരു സീറ്റ് കൊടുത്തിരുന്നു നിയമസഭയിലേക്ക് മത്സരിക്കാനായിട്ട്. എന്ത് നെറികേടിൻ്റെ ചിത്രമാണിതെന്ന് കൂടി ചിന്തിക്കണം നാം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആ ഭാര്യയുടെ ആവശ്യവും ആ കുടുംബത്തിന്റെ മൊത്തം ആവശ്യമാണ് അത് CBI അന്വേഷിക്കണമെന്നത്. അന്നും പഴയ ഗവൺമെന്റിന്റെ കാലത്തെ അവർ ആവശ്യപ്പെട്ടിട്ട് അത് പാർട്ടി CPM ആണ് ഭരിച്ചിരുന്നത് എന്നുകൊണ്ട് മാത്രം അത് തള്ളിക്കളഞ്ഞിട്ട് ഇന്നിപ്പോൾ അവൾ വീണ്ടും പുതിയ സർക്കാരിനെ സമീപിച്ചപ്പോൾ ന്യായമായ ഒരു ആവശ്യം, ഒരു കുടുംബത്തിന്റെ ന്യായമായ ആവശ്യം, തൻ്റെ ഭർത്താവിൻ്റെ ഈ ഒരു ആത്മഹത്യ എന്ന് തള്ളിക്കളഞ്ഞ ആ ഒരു കേസ്, അതെന്താണ് സംഭവിച്ചെന്നറിയാനായിട്ട് മൗലികമായ ഒരു അവകാശം ആ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് ഭാര്യയ്ക്ക്. ഇക്കാര്യത്തിൽ എന്തിനാണ് ശ്രീ രാഗേഷേ താങ്കൾ ഇത്ര ഭയപ്പെടുന്നത്?
അവരുടെ കുടുംബത്തിന്റെ ഒരു ന്യായമായ ആവശ്യമാണ് അവരുടെ ഭർത്താവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നുള്ളത്. താങ്കൾ എന്തിനാ ഇത്രയധികം അത് വലിയൊരു വാർത്തയാക്കി ഈ ചാനലിന്റെ മുന്നിലൊക്കെ വന്നിരുന്ന് പറയേണ്ട ആവശ്യകതയുണ്ടോ? തനിച്ച് ഒന്ന് ചിന്തിച്ചുകൂടെ? തന്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു അത്യാപത്ത് വന്നതെങ്കിൽ താൻ ഇതുപോലെ തന്നെ ചിന്തിക്കില്ലേ? തന്റെ കുടുംബത്തിനെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോഴേക്കും അവിടെ താൻ ചിന്തിക്കില്ലേ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നറിയണമെന്ന്? അതേ ഈ നവീൻ ബാബുവിന്റെ ഭാര്യയായ ശ്രീമതി മഞ്ജുഷയും ചെയ്യുന്നുള്ളൂ എന്ന് മാത്രം കരുതിയാൽ മതി. കേസ് അന്വേഷണത്തിലെ ACP ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങിയിട്ടുണ്ടാകാം എന്ന ഒരു സംശയം ശ്രീമതി മഞ്ജുഷയ്ക്കുണ്ട്. തന്നെ ഇതിനകത്ത് പ്രതിയായിട്ടുള്ള ശ്രീ പ്രശാന്ത്, ആ ആളുടെ കോൾ റെക്കോർഡിംഗ് ഒന്നും തന്നെ ഭാര്യയായ മഞ്ജുഷയുടെ പക്കൽ കിട്ടിയിട്ടില്ല. ല്ല അവർ പരാതിയുമായി വിജിലൻസ് ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ തനിക്കുണ്ടായ അനുഭവങ്ങൾ അത്ര കണ്ട് സുഖകരമായിരുന്നുമില്ല എന്നും അവർ പറയുന്നുണ്ട്. മഞ്ജുഷ എന്ന ഭാര്യ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ അരികിൽ ചെന്ന് പറഞ്ഞതും, അപ്പോൾ ഇത് കേട്ട ഒരു മാനുഷിക പരിഗണനയുള്ള പാർട്ടിയെ നോക്കാതെ മനുഷ്യന്റെ ആവശ്യങ്ങളും മനുഷ്യന്റെ വികാരങ്ങളും മനുഷ്യന്റെ വിചാരങ്ങളും തിരിച്ചറിയുന്ന ഒരാളാണെങ്കിലേ അത് പരിഗണിക്കേണ്ടത് അത്യന്താപേക്ഷിതമല്ലേ? അപ്പൊ തന്നെ ഈ രാകേഷ് ഉൾപ്പെടുന്ന പാർട്ടി അത് എന്തിനാ ഇത്രയധികം ബേജാറാവുന്നത്? CBI അന്വേഷിക്കട്ടെ, അവർ കണ്ടുപിടിക്കട്ടെ. ഇത് സത്യാവസ്ഥ പുറത്തു വരേണ്ടത് എല്ലാവരുടെയും ആവശ്യമില്ലേ? ഞങ്ങൾ ജനങ്ങളായ അതിലൊരാളായ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് സത്യാവസ്ഥ പുറത്തു വരണം എന്നുള്ളത്. അതുകൊണ്ട് അതിനെ തുരങ്കം വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അത് ശരിക്കും ആ ഒരു അന്വേഷണം വരിക തന്നെ വേണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് CPMന്റെ പല ഉന്നതരും ബിനാമികളായിട്ട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിനിടയിൽ പെട്ടിട്ടുണ്ടാവാം. അതായിരിക്കാം താങ്കളുടെയൊക്കെ ഈ പേടിയുടെ പിന്നിലെ രഹസ്യം എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവരെ പോലുള്ള ഉന്നതരും ഈ കേസിന്റെ പിന്നിലുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരും പൊതുജനങ്ങൾ. ഉന്നതരായ ആളുകളെ സംബന്ധിക്കുന്ന സകല വിവരങ്ങളും ശ്രീ നവീൻ ബാബുവിന് അറിയാമായിരിക്കും. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അറിയാവുന്ന പൊതുവിവരങ്ങൾ പൊതുജന സമൂഹത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ള ആശങ്കയും ഭയപ്പാടുമൊക്കെ ആയിരിക്കാം ആ മനുഷ്യനെ തീർക്കണം എന്ന ചിന്ത നിങ്ങളുടെ പോലുള്ള ആളുകളുടെ ഇടയിലേക്ക് വരാനിടയാക്കിയത് എന്ന് വേണം എന്നെ പോലുള്ള ജനസമൂഹം ചിന്തിക്കാനായിട്ട്, ഞാൻ ഉൾപ്പെടുന്ന ജനസമൂഹം ചിന്തിക്കാനായിട്ട്. ഇടത് സഹയാത്രികർ വരെ നവീൻ ബാബുവിന് നീതി കിട്ടണമെന്ന് പറഞ്ഞു വെച്ച ഒരു കേസാണ്. ഇടത് നിരീക്ഷകർ വരെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിന്നൊരു കേസാണ്. ആയതുകൊണ്ട് തന്നെ ഈ അവസരത്തിലെങ്കിലും CBIയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ച് സത്യാവസ്ഥ കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ തുറന്ന് കാണിക്കണം. അതിനാരാണോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അത് എത്ര ഉന്നതരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവരെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും പുതിയ സർക്കാർ ഒരുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശ്രീമതി PP ദിവ്യ അനാവശ്യമായ ഒരു സന്ദർഭത്തിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ യാത്രയയപ്പ് ചടങ്ങിലേക്ക് കടന്നു വരികയും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് അവിടെ നിന്ന് ഒരു ചാനലിനെ കൂടി കൂട്ടി ആ ചാനലിലേക്ക് താൻ സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള രംഗങ്ങൾ അത് ചിത്രീകരിക്കുകയും എന്നിട്ടത് താൻ കൊണ്ടുവന്ന ചാനലുകാരെ കൊണ്ട് തന്നെ പലർക്കും അത് കൈമാറ്റം ചെയ്യുകയും ചെയ്ത ഒരു കള്ളി, അതാണ് PP ദിവ്യ. അപ്പോൾ അവരുടെ പങ്കും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ചിന്തിക്കാതെ വയ്യ. രാകേഷിനോട് എനിക്കുമുണ്ടൊരു ചോദ്യം. എന്തിനാ ഇങ്ങനെ പേടിച്ച് ഭയക്കുന്നത്? മടിയിൽ കനമില്ല എന്നല്ലേ പറയുന്നത്? അപ്പോൾ പിന്നെ നിങ്ങളുടെ കൈകൾ ശുദ്ധമായിരിക്കില്ലേ? മടിയിൽ കനമില്ല എങ്കിൽ നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? CBI അല്ല, അതിനപ്പുറമുള്ള ഏത് തലത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നാലും അവർ വരട്ടെ എന്ന് വേണ്ടേ ചിന്തിക്കാനായിട്ട്? അവർ അന്വേഷിക്കട്ടെ എന്ന് വേണ്ടേ കരുതാനായിട്ട്? ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന മനുഷ്യൻ അവിടെ ഇല്ലാതാകുമ്പോൾ, പെട്ടെന്നൊരു നിമിഷം അപ്രതീക്ഷമായി ഇല്ലാതാകുമ്പോൾ, ആ കുടുംബത്തിനെ ചേർത്ത് നിർത്തേണ്ട ആള് നഷ്ടപ്പെടുമ്പോൾ ഒരു ഭാര്യക്കുണ്ടാവുന്ന വേദനയും ദുഃഖവും വിഷമവും എല്ലാം സഹിച്ചുകൊണ്ട് അവിടെ ശ്രീമതി മഞ്ജുഷ നിന്നുവെങ്കിലേ അവർ ആ കുടുംബത്തിന്റെ മൊത്തത്തില് നമ്മുടെ ഇന്നത്തെ ഗവൺമെന്റിനെ സമീപിച്ചു തങ്ങളുടെ പ്രശ്നം വീണ്ടും ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുവെങ്കിലേ അത് നിങ്ങൾക്ക് എവിടെയാ കൊള്ളുന്നേ? നിങ്ങൾ എന്തിനാ അതിനെതിരെ ഇത്ര കണ്ട് എന്താ പറയുക, അതിനൊരു വാക്ക് തന്നെ കിട്ടുന്നില്ല. ഭയപ്പെടുന്നത് എന്തിനാന്ന് തന്നെ ചോദിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണശേഷം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വന്നത് എന്തായിരുന്നു?
അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴേക്കും അതെങ്ങനെയായി? രക്തക്കറ എങ്ങോട്ടാ മാഞ്ഞു പോയത്? അതന്നെ മാജിക്കാണോ ഇത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിലെ രക്തക്കറ എങ്ങനെ ഇല്ലാതായത്? ഇവിടെ ACP ദിവ്യയുടെ ഉറ്റ ആളായിരുന്നു. ദിവ്യക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി തന്നെയാണ് ആ അന്വേഷണ റിപ്പോർട്ട് അവർക്ക് സംരക്ഷണമേകാൻ വേണ്ടി പൂഴ്ത്തി വെച്ച ഒരാളായിരുന്നു ആ ACP ആയിട്ട് അവിടെ നിലനിന്നിരുന്ന മനുഷ്യൻ. ദിവ്യ എത്ര നാൾ ഒളിച്ചിരുന്നതിന് ശേഷമാണോ രംഗത്തേക്ക് വരുന്നത്? അപ്പോൾ പിടിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ദിവ്യയെ മാധ്യമങ്ങളുടെ സമ്മർദ്ദം വന്നതിന് ശേഷമല്ലേ പിടിക്കപ്പെടുന്നത് തന്നെ? മാധ്യമങ്ങളുടെ മുന്നിൽ പോലും എത്തിക്കാതെ പോലീസ് മറച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളായിരുന്നു ആ കാലയളവിൽ നാമൊക്കെ കാണേണ്ടിയിരുന്നത്. CPM എന്ന പാർട്ടി സ്വീകരിച്ച നയം എന്താ? നവീൻ ബാബു അയാളെ കൊന്നു, അയാൾ പോയി, അയാളുടെ കഥ കഴിഞ്ഞു. പക്ഷെ അതല്ലല്ലോ, PP ദിവ്യ എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവളാണ്. അപ്പോൾ ഒരാൾക്കും അവരെ തൊടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ പൊതിഞ്ഞ് സൂക്ഷിച്ച് പോലീസ് സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ടായിരുന്നു ആ ഒരു സമയത്ത് PP ദിവ്യയെ മുന്നോട്ട് നയിച്ചിരുന്ന പോലീസുകാർ. വിൻബാബുവിന്റെ തൂക്കമെടുക്കുവാണെങ്കിൽ 55 കിലോ ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ആ ഒരു വെയിറ്റുള്ള മനുഷ്യൻ ഒരു നാര് പോലെയുള്ള ഒരു കയറിൽ തൂങ്ങി മരിച്ചു എന്നതാണ് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നത്. ടിക്കറ്റ് എടുത്ത് വെളുപ്പിന് 5 മണിക്ക് പത്തനംതിട്ടയിലെ ട്രെയിനിൽ വരും, അപ്പോൾ നിങ്ങൾ വിളിക്കാൻ വരണമെന്ന് വീട്ടുകാർക്ക് സന്ദേശവും കൊടുത്ത് ട്രെയിനിലേക്ക് യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ട മനുഷ്യനാണ് താമസ സ്ഥലത്ത് നിന്നും. പിന്നീട് എന്താ പറ്റിയേ? പിറ്റേന്ന് രാവിലെ കോട്ടേഴ്സിൽ മരണപ്പെട്ട് കിടക്കുന്ന വാർത്തയാണ് കേരള സമൂഹം കേൾക്കാനിടയായത്. റെയിൽവേ സ്റ്റേഷനിലെ നവീൻ ബാബു പോകുന്ന CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ട്. ആ നവീൻ ബാബു ആണ് ഒരു ചെറിയ തുണ്ട് കയറിൽ തൂങ്ങി മരിച്ചു എന്ന വാർത്ത കേൾക്കാനിടയാവുന്നത്. എന്താ അല്ലേ? അപ്പോൾ പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം കോട്ടേഴ്സിലേക്ക് തിരിച്ചു വന്നത്? ആരാ അദ്ദേഹത്തെ കോട്ടേഴ്സിലേക്ക് എത്തിച്ചത്? വിൻബാബുവിന്റെ ഡ്രൈവർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ പങ്ക് എന്തായിരിക്കും ഇതിനകത്തുള്ളത്? വിൻബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങ് ആ വേളയിലേക്ക് പങ്കെടുക്കാനായിട്ട് നവീൻ ബാബു PP ദിവ്യയെ വിളിച്ചിരുന്നില്ല. എന്നാൽ അവിടെ ഒരു അരുൺ വിജയൻ എന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാളാണ് യഥാർത്ഥത്തിൽ PP ദിവ്യയോട് പറഞ്ഞത് നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങുകൊണ്ട് വരണമെന്നുള്ളത്. അപ്പോൾ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിനെ നവീൻ ബാബു എന്ന വ്യക്തി ഈ PP ദിവ്യയെ വിളിച്ചിരുന്നില്ല. എന്നിട്ടും വിളിക്കാത്ത ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി തന്നെ വന്ന് അവിടെ അലങ്കോലം ഉണ്ടാക്കി അത് നേരെ വീഡിയോയിൽ പകർത്തി അത് പിന്നെ മാധ്യമങ്ങൾക്ക് നൽകി. ഈ വക കാര്യങ്ങളെല്ലാം വളരെ കരുതലോടുകൂടി ചെയ്ത PP ദിവ്യയുടെ പങ്ക് എന്ത്? അതും അന്വേഷിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഇവിടെ നടന്ന ചടങ്ങുകളെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് സത്യസന്ധമായി തയ്യാറാക്കിയ ഒരു ഉദ്യോഗസ്ഥയുണ്ട്, ഗീത എന്നാണ് അവരുടെ പേര്. അവർ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് എന്താ ഉണ്ടായത്? എന്തെങ്കിലും പിന്നെ ഇവിടെ ഒരു അനക്കം ഉണ്ടായോ? കേരള സമൂഹം മൊത്തത്തിലൊന്നോ സമൂഹത്തിന് വേണ്ടി തന്നെ ഞാൻ അങ്ങ് ചോദിക്കുക, അദ്ദേഹം ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്തതാണോ? അതല്ല എങ്കിൽ ആരായിരിക്കും അദ്ദേഹത്തിനെ കൊലയ്ക്ക് വിധേയമാക്കിയത്? ആരുടെയൊക്കെയോ മനസ്സിലെ നവീൻ ബാബുവിന് ആരുടെയൊക്കെയോ മനസ്സിൽ നവീൻ ബാബുവിനെ ഭയപ്പെടുത്തുന്ന ചിലരെല്ലാവരും ഉണ്ടായിരുന്നു. കാരണം നവീൻ ബാബുവിനെ ഭയപ്പെടുന്ന ചിലരുണ്ടായിരുന്നിരിക്കണം. അവരെ പറ്റി നവീൻ ബാബു അറിയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞാൽ അത് അവർക്ക് ദോഷം വരും എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ചിന്തകളാണ് ഇന്നിപ്പോൾ ഭയപ്പാടിന്റെ രൂപത്തിൽ CBI ഒന്നും അന്വേഷിക്കേണ്ട എന്ന് പറയാനായിട്ട് ശ്രീ KK രാഗേഷ് ആരാണ്? അവരുടെ കുടുംബമല്ലേ അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കേസിന്റെ ഗതി അത് തീർച്ചയായിട്ടും അതിൻ്റെ സത്യസന്ധമായ ആ ഒരു കാര്യം പുറത്തു വരിക തന്നെ വേണം. അതിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയുണ്ടാവണം. ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകളായിരുന്നു മരണത്തിൻ്റെ പറ്റി പിന്നീട് അങ്ങ് വന്നത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു, അതിൽ മനോവിഷമത്തോടു കൂടി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ എന്തെല്ലാമാണ് അദ്ദേഹത്തെ പറ്റി പുറത്തിറക്കിയ വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരായാലും ഉപ്പ് തിന്നിട്ടുണ്ടോ നിങ്ങൾ വെള്ളം കുടിക്കും. കാലം കണക്ക് പറയാതെ ഒന്നും കടന്നു പോയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി
ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പങ്കാളിയായവരാരാണെന്ന്. ആ പങ്കാളിക്കുള്ള കണക്ക് തീർക്കുവാൻ കാലം നിങ്ങളുടെ അരികിൽ എത്തുക തന്നെ ചെയ്യും. ആ കണക്കിലെ വേണ്ടത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ പങ്ക് ആരായാലും വാങ്ങുവാൻ തയ്യാറായി കാത്തിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും സമർപ്പിക്കുകയാണ്. വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. നാളിതുവരെ നന്ന എല്ലാവിധ പിന്തുണയ്ക്കും സപ്പോർട്ടിനും ഒക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ.